എനിക്ക് വസീഫേ, ഈ പല വിഷയങ്ങളിലും ന്യൂനപക്ഷ വിഷയങ്ങളിലൊക്കെ അടുത്ത കാലത്ത് CPM എടുത്ത നിലപാടുകൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ പരമ്പരാഗത ലീഗ് വോട്ട് ബാങ്കുകൾക്കിടയിൽ ആ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം ഈ കേരളത്തിന്റെ ഒരു ഗ്യാരണ്ടിയാണ്, രാജ്യത്തിന്റെ തന്നെ ഗ്യാരണ്ടിയായി ഇടതുപക്ഷം മാറണം എന്നുകൂടിയുള്ള തോന്നലുണ്ട്. കേരളമാണല്ലോ ഇപ്പോ RSSന് കടന്നു വരാൻ പറ്റാത്തൊരിടം. ആ കടന്നു വരാൻ പറ്റാത്തൊരിടം എന്ന് പറയുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ അത്രയും ഒരു അപ്പർ ഹാൻഡാണ്. ഒരു മെജോറിറ്റി, ഒരു ക്ലീൻ മെജോറിറ്റി ഇടതുപക്ഷത്തിനുണ്ട്. ആ മെജോറിറ്റി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇടതുപക്ഷം വരുന്നില്ല. ഇന്നിപ്പോ നമ്മൾ പത്രം വായിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ വാർത്തകളാണ്. 6 MLA മാർ പോകുന്നതാണ്. മാത്രമല്ല മുഖ്യമന്ത്രി മാറാൻ പോകുന്നു. അതെ, മുഖ്യമന്ത്രി സാധാരണക്കാരന്റെ മുഖ്യമന്ത്രി മാറി. അതെ 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 6 വർഷം ഭരിച്ച മുഖ്യമന്ത്രിയുടെ ഭാര്യ വരാൻ പോകുന്നു. അതെ, ഇവിടെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നോക്കൂ നിങ്ങൾ, ഞങ്ങൾ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ UDFനെയോ ഒന്നല്ല, നമ്മളെ മെയിൻ അറ്റാക്കിംഗ് ഫോഴ്സ് BJP തന്നെയാണ്, സംഘപരിവാർ തന്നെയാണ്. ഈ സംഘപരിവാർ കേരളത്തിലേക്ക് കടന്നു വരാൻ അവരെ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഈ വലിയ പടക്കോട്ട കെട്ടി സംഘപരിവാറിനെ ചെറുക്കുക. നോക്കൂ, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മറ്റു മണ്ഡലങ്ങളിൽ കാണാത്ത ഒരു കാര്യം ഇവിടെ കണ്ടു. അതെ 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 ഞങ്ങൾ ഇന്നലെ സുൽക്കുമാറിന്റെ അടുത്ത് പോയി. സുൽക്കുമാറോടെ ജനകീയനാണ്. ക്യാമ്പയിൻ ഔദ്യോഗികമായി തുടങ്ങിയില്ലല്ലോ വസീഫ്. LDFന്റെ ഇതിലേക്ക് ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾക്കൂട്ടം ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മള് എൻട്രി ഉണ്ടായി. കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടത്തി. എല്ലാ പാർലമെന്റ് മണ്ഡലത്തിൽ 7 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിലും ആദ്യഘട്ടം തന്നെ നമ്മള് എല്ലാവരെയും ഒന്ന് കൈവീശി കാണിച്ചു. ഇനി എല്ലാവരിലേക്കും നമ്മൾ ചെല്ലും രണ്ടാം ഘട്ടത്തിൽ. തീർച്ചയായിട്ടും ചെല്ലും. ഞാനിവിടെ തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയാണ് ഒരു നാടിന് സ്വീകാര്യനാകുന്നത്, അതുപോലെ അവർക്ക് 24/7 ആക്സസബിൾ ആയിരിക്കും, അവൈലബിൾ ആയിരിക്കും. പൂർണ്ണമായും ഈ മണ്ഡലത്തിൽ അവർക്കൊരു ജനപ്രതിനിധിയുടെ ഒരു ഫീൽ ഉണ്ടാകും, അതിന്റെ ഒരു അനുഭവം ഉണ്ടാകും. ഏത് സമയത്തും സമീപിക്കാൻ പറ്റുന്ന ഗേറ്റ് ഇല്ലാത്ത വീട് എന്നാണ് നമ്മൾ പറയുന്നത്. ഗേറ്റ് ഇല്ലാത്ത വീട് കൊള്ളാം കേട്ടോ. അത് നല്ലൊരു ഗേറ്റ് ഇല്ലാത്ത വീട്. പിന്നെ മാത്രമല്ല ആക്സസിബിൾ ആയ ഒരു ചെറുപ്പക്കാരൻ. അതൊക്കെ മലപ്പുറം മണ്ഡലത്തിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. മലപ്പുറം അതിൽ വിശ്വസിക്കുമെന്ന് നമുക്കറിയാം. നമുക്ക് ചായ കുടിച്ചാലോ? പക്ഷേ ഇവരെ നമ്മൾ ഇവിടെ നിർത്തിയ പ്രശ്നം, ക്യാരറ്റ് കണ്ടാൽ ജാക്കിക്ക് പ്രശ്നമാണ്. അങ്ങനെയുണ്ടോ? ക്യാരറ്റ് കണ്ടാൽ വലിയ താല്പര്യം അദ്ദേഹത്തിന്. കുറച്ച് ക്യാരറ്റ് കൊടുത്താലും നമ്മൾ പണ്ട് പറയാറുണ്ട്, രാഷ്ട്രീയമായ ഒരു കാര്യം പറയട്ടെ, സമസ്തയെ കണ്ട് CPMനുള്ള ആഗ്രഹം പോലെയാണ് ക്യാരറ്റ് കണ്ടാൽ കുതിരയ്ക്കുള്ള ആഗ്രഹം. രണ്ട് താല്പര്യമുണ്ടല്ലോ. പക്ഷെ സമസ്തയിലെ തന്നെ ഒരു വിഭാഗം ആളുകൾക്ക് വസീഫ് സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി നമുക്കറിയാം പൊന്നാനിയിൽ നിന്ന് ET മോദുബഷീർ ഇങ്ങോട്ട് വരാനിടയിൽ ഇവിടെയുള്ളൊരു MP, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ MP-യുടെ പേര് വെച്ചാൽ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താനല്ല, അവർക്ക് അതൊരു ഫെമിലിയർ അല്ല. പറയുമ്പോൾ ഇത്രയും കാലത്തെ രാഷ്ട്രീയ അനുഭവമുള്ളവരൊക്കെയാണ് ഇവിടുന്ന് MP-മാരായി പോയത്. പക്ഷെ അവർക്ക് കഴിഞ്ഞ ഈ കാലയളവിൽ ഇവിടെ ഒരു MP ആയി, ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായി, ഇപ്പോൾ എയർപോർട്ട് ഇഷ്യൂ, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഗതാഗത പ്രശ്നങ്ങൾ, റെയിൽവേ പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങാടിപ്പുറമാണ് ഇവിടെ ഏറ്റവും അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. അതൊക്കെ അന്ന് നമ്മുടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റെയിൽപാത അതേപോലെ ഇപ്പോഴും നിൽക്കുക. മമ്മൂട്ടിയുടെ സിനിമയിലെ അത് നിങ്ങളിപ്പോ ഒരു ഫോട്ടോ വന്നിരുന്നു, കോവിഡ് കാലത്ത് ഒരു ഫോട്ടോ, അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഫോട്ടോ വന്നിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ അന്നത്തെ ഫ്രെയിം തന്നെ ഇപ്പോഴും ഉള്ളത് അതേ കാലം. അതായത് നമ്മുടെ ഈ കൊണ്ടോട്ടി വന്ന് ചായ കുടിക്കുന്ന ഒരു MP കാണാം. അതെ, കൊണ്ടോട്ടി വന്ന് ചായ കുടിക്കുന്ന, ചായയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ കൊണ്ടോട്ടിക്കാർ നല്ല സ്നേഹമുള്ള, നല്ല മോഹബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോഹബത്തുള്ള ആ ചായ നമുക്ക് കുടിക്കാം. വസീഫ് വന്നപ്പോൾ തന്നെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ രണ്ടിടത്തും കാണാത്തൊരു കാഴ്ചയാണ്, കൗതുകരമായ കാഴ്ചയാണ്. അതാ ഷെയറൊക്കെ റെഡി, അപ്പോൾ നമ്മുടെ ചായ റെഡിയാണ്. ഓക്കെ, ഈ ചായ ഇട്ട കക്ഷിയാരാ? ഓക്കെ ഓക്കെ, ഈ ഹോട്ടൽ മദീന നമുക്കൊരു സൗജന്യമായ ഒരു പ്രൊമോഷൻ കൂടെ കൊടുത്തേക്കാം. കൊടിമരം റോഡ് കൊണ്ടോട്ടിയിലുള്ള ഹോട്ടൽ മദീനയിലെ ചായ കൊള്ളാമോ എന്ന് നമ്മളിപ്പോൾ പറയും കേട്ടോ. ഒന്നുകിൽ കട പൂട്ടും, ഇല്ലെങ്കിൽ കട ഓടും. നാട്ടുകാർ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക. ഓക്കെ, ചായ കൊള്ളാം. കുറച്ചുകൂടി പാലുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവും അല്ലേ? പക്ഷെ കൊള്ളാം അല്ലേ? അതായിട്ട് അപ്പോൾ ഇരുന്നോ, നമുക്ക് വർത്തമാനം പറഞ്ഞാൽ അത് കൊള്ളാം. ചായക്കടയുടെ മുന്നിൽ രാവിലെ കുതിര ഓടിച്ചു വന്ന് വസീഫിനെ പോലെ ഒരാളുമായിട്ട് വർത്തമാനം പറയാന്ന് പറഞ്ഞാൽ ഈ ജീവിതം ധന്യമാവും. പിന്നെ മറ്റെന്തെങ്കിലും വേണോ ഈ ദിവസം? അപ്പോൾ വസീഫെ, നമ്മൾ പറഞ്ഞു വന്നത്, വസീഫ് മലപ്പുറത്തിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത്, ദാ കൊണ്ടോട്ടിയിൽ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ട വാതിലുമായി ചായക്കടയ്ക്ക് മുന്നിൽ ഒരു MP നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിൽ നിങ്ങൾക്കൊരു MP കാണാം. ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ ഞാനുണ്ടാവും അല്ലേ?
കൂടെ ഉണ്ടാവും. ആ. പ്രത്യേകിച്ച് ഇപ്പൊ ചെറുപ്പക്കാരോട് പറയുകയാണെങ്കിൽ, ഇവിടുത്തെ യുവജനങ്ങളോട് പറയുകയാണെങ്കിൽ, ഇവിടെ ഫുട്ബോളിന്റെ ഒരു കേന്ദ്ര. ഞാനാണെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക താല്പര്യക്കാരനാണ്. ബ്ലാസ്റ്റേഴ്സ് ആണോ? അതെ അതെ. ബ്ലാസ്റ്റേഴ്സ് ആണോ ടീം? കേരള ബ്ലാസ്റ്റേഴ്സ്, കേരളം എന്നുള്ള പേരുള്ളപ്പോൾ നമ്മൾ അതിനല്ലേ പിടിക്കുക. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് സന്തോഷ വാർത്ത താമസിയാതെ നമ്മൾ തരും പ്രേക്ഷകർ. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരായ ആരാ ടീം അതൊന്നും പറയാൻ മെസ്സി, റൊണാൾഡോ, അതെ അതെ, ബ്രസീലും അർജന്റീനയും ഒക്കെ കൊണ്ടോട്ടിയാണെന്ന് തോന്നുന്നു നമുക്ക്. വേൾഡ് കപ്പ് ആണെങ്കിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ? പിന്നെ ആണോ, പ്ലെയർ ആണോ? അത്യാവശ്യം കളിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഫാനാണ്. നല്ല ഫാനാണ്. ലോകകപ്പ് എല്ലാ മാച്ചും കാണും. ഒരു വിധം. അപ്പൊ അടുത്ത തവണ MB ആയി കൊണ്ടോട്ടി വന്ന് മലപ്പുറത്ത് വന്ന് ടർഫിൽ കളിച്ച് കൂടുതൽ ടർഫുകൾ കൊണ്ടുവന്ന് അല്ലെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതാണ് ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിത പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് അവരോടൊപ്പം നിൽക്കണം. അതോടൊപ്പം അവർക്ക് ഇതുപോലെ നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നവരാണല്ലോ. സന്തോഷകരമായ ഒരു സാഹചര്യം ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് മലപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ല, എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമായിരിക്കും. നന്നായിട്ട് ഇപ്പോൾ കല്യാണമായാൽ അതുപോലെ ഈ കളിക്കളങ്ങളിൽ എല്ലാം ഒത്തൊരുമിച്ച. ഇവിടെ അങ്ങനെ മറ്റൊരു ഭിന്നതയൊന്നുമില്ല. ഇവിടെ അമ്പലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു തിറ സ്ഥലത്ത് പോയി. അവിടെ എല്ലാ വിഭാഗവും ഉണ്ട്. പക്ഷെ കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല. ഇവിടെയും എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്? ബോധപൂർവമായി ധ്രുവീകരണം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് രാജ്യത്തിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സും കേരളത്തിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. കേരളം ഒരു പ്രത്യേക യൂണിറ്റായി ലോകത്ത് തന്നെ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ ഒരു പരിശോധന നടത്തിയാൽ കേരളം നമ്പർ 1 ആയിരിക്കും. ഇപ്പോൾ രാജ്യത്ത് നമ്പർ 1 ആയ കേരളം ലോകത്ത് നമ്പർ 1 ആവും. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മലപ്പുറം ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിലനിർത്തുന്ന തരത്തിൽ ഇവരോടൊപ്പം ഒരു ജനപ്രതിനിധിയായി വളരെ ഗ്രൗണ്ട് ടു എർത്ത് അവരോടൊപ്പം ഏത് നിലയിലും ഇരിക്കാനും അവരോട് കൂടെ നിൽക്കാനും ഏത് സമയത്തും അവർക്ക് സമീപിക്കാൻ പറ്റുന്ന ജനപ്രതിനിധിയാവും. മറ്റൊരു ഗ്യാരണ്ടി എന്തെന്ന് വെച്ചാൽ സംഘപരിവാരത്തിന് മുമ്പിൽ മുട്ടുമടക്കാതെ ഏതറ്റം വരെ പോകാനും ഉള്ള ആർജവം കാണിക്കും. അതായത് ന്യൂനപക്ഷ വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നാൽ നിങ്ങൾ അവിടെ ഉണ്ടാവും. കല്യാണത്തിന് പോവില്ല. അതിനെക്കുറിച്ച് നോ കമന്റ്സ്. കാര്യം അത് അവരുടെ വ്യക്തിപരമായ ചോയ്സാണ്. പക്ഷേ എങ്കിലും മോദി ബഷീറൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. മോദി ബഷീറും പല വിഷയങ്ങളും എന്നാലും വസീഫ് പറയുന്നു നാട് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പ്രതികരണം, ഇടപെടൽ, അതിന്റെ ഒരു നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ഒരു വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത്, അതിനെയൊക്കെ ആ തരത്തിൽ ഉപയോഗിച്ചോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2004 ഒരു അനുഭവം ഈ നാട്ടിലൊക്കെ ഉണ്ട്. 2004 ഇടതുപക്ഷമാണ് കേരളത്തിൽ ഒന്നടങ്കം ജയിച്ചു പോയത്. എല്ലാ MP-മാരും ഇടതുപക്ഷം, ഒരു MP മാത്രമാണ് ഇല്ലാതായിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ജയിച്ചു പോയ സമയത്ത് പാർലമെന്റിൽ എന്താ കണ്ടത്? വാജ്പേയിയെ തടഞ്ഞു നിർത്തി. വാജ്പേയിയെ BJP-യെ തടഞ്ഞു നിർത്തി. എന്നാൽ ഒരു മന്ത്രിസ്ഥാനം പോലും ഇടതുപക്ഷം ചോദിച്ചില്ല. ഒരു വിലപേശലും ഇല്ല. ഒരാളെപ്പോലും റിസോർട്ടിൽ കൊണ്ടുപോകേണ്ടി വന്നില്ല. ഒരാളെയും കാവല് നിർത്തേണ്ടി വന്നിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ ആ വോട്ട് അവിടെ ഉണ്ടാവും. അത് പിന്നീട് മാറിയത് ജനവിരുദ്ധ നയങ്ങൾ വല്ലാത്ത രീതിയിൽ വന്ന സമയത്ത്, വലിയ കോർപ്പറേറ്റ് നയങ്ങളും കാര്യങ്ങളും വന്ന സമയത്ത് ഇവർക്ക് തന്നെ തോന്നുകയാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് മതി എന്ന് തോന്നുമ്പോൾ മാറി എന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു മന്ത്രിസ്ഥാനമോ ഞങ്ങൾക്ക് മറ്റെന്തെങ്കിലും അധികാരമോ പണമോ ഒന്നും ചോദിച്ചില്ല.